40-45 വയസ്സായിട്ടേ. നല്ല ഭംഗിയുള്ള പെണ്ണായിരുന്നു. മേക്കപ്പ് ഇല്ലാതെ കാരണം എന്താ പറയാ സാഹചര്യം കൊണ്ടുള്ളതാണ് എനിക്ക്. പാവമാണ് ജീവിക്കാൻ ആത്മാർത്ഥിയോ ജീവിക്കാൻ ഞാൻ ഉണ്ടാവും കൂടെ അതിനർത്ഥം എന്താ അറിയില്ല. വേണ്ട ഞാൻ വേറെ ഞാൻ ആലോചിച്ച് ഞാൻ പറയാം. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനതല്ല ഈ ഗ്യാസ് എങ്ങനെ മാറ്റുന്നു ഞാൻ ആലോചിച്ചിട്ടിരിക്കുക. ഇത് ഇങ്ങനെ പ്രോബ്ലം ആയി കഴിഞ്ഞാൽ നമുക്ക് ഐ ഹാവ് യു then I help you. Oh, okay. Because പറ. Because I want help. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? എങ്ങനെ? ഏത് ആ വിളി അയ്യോ വയ്യ. എങ്ങനെ? ആ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോ അതെങ്ങനെയെന്നില്ലേ? കഥ പറയാലോ. ആ കട്ട് ചെയ്തു പറ. വെറുതെ കുറുമ്പടിക്ക നീ പറഞ്ഞു തൊലക്ക. ഒരു പെൺകുട്ടി തൊട്ടടുത്ത് വന്ന് എപ്പ നോക്കിയിട്ടിരിക്കും. ഡോക്ടർ വന്നിട്ട് പറയണേ എടാ വിനീഷ നീ അവളെ അടുത്തിരിക്കട്ടെ. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു ചങ്ങ ഞാനെല്ലാം ഇരിക്കുന്ന അവളെ എല്ലായിടത്തും ഇരുത്തുന്നുണ്ടായിരുന്നു. ഇത് അതിന്റെ നമ്പറൊക്കെ ചോദിച്ചു. മെന്റലാണ്. ആർക്ക്? എനിക്ക് പറഞ്ഞാലും വേഗം ഒന്ന് പറഞ്ഞു തൊലക്ക്. എനിക്ക് ആ പെണ്ണിന് മെന്റൽ എപ്പ നോക്കിയാലും എന്റെ അടുത്ത് വന്നിരിക്കും. ഞാനേതാണ്ട് എന്താ പറയാ 16 വയസ്സായിട്ടുള്ള പെൺകുട്ടിയുടെ പോലെ കാണുന്നു. നീയോ? ഞാനാണെങ്കിൽ ഓരോ ചേച്ചിയാന്നുള്ളത് എനിക്കറിയാം. അതെനിക്കും അറിയാം. ഇത് കൂടാണ്ട് വേറെ പെൺകുട്ടി പാലക്കാട് ഒക്കെ പാലക്കാടല്ലേ? സെന്ററിലായിരുന്നോ? അല്ല, ഞാനൊരു ബ്യൂട്ടി സെന്ററിലായിരുന്നു. മാറ്റി വെച്ചത് പറയ്. മാറ്റിയാൻ പോവാ. എന്തിനാ പറയും പെൺകുട്ടി വന്നിട്ട് ചേട്ടാ അതാണ് ഇതാണെന്നുണ്ട് കെട്ടിപ്പിടിക്കും ന്യായമായി. ഞാൻ എന്നിട്ട് അവരെ അമ്മ പറഞ്ഞു എടാ നീ ഞങ്ങൾ പോയി എന്ന് പറഞ്ഞു. ഒരു പരിധിയില്ല. ഇതിനിടയിലെ അമ്മയാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന സംശയം അമ്മയ്ക്ക്. ഈ പെൺപിള്ളേരാണെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വന്നിരുന്നിട്ട് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. എന്താണ് നീ ഇന്ന് മേക്കപ്പ് ചെയ്യാനുണ്ട്? മേക്കപ്പ് ഇല്ലാത്ത കാരണം തള്ളയുടെ പോലും ഇല്ലടാ. പക്ഷെ എന്നാലും നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടോ. താങ്ക് യുടാ, താങ്ക് യു. പറ. ആർക്ക്? കുറച്ച് ഇടയ്ക്കിടയ്ക്ക്. ഫ്രണ്ട്സാണ്. ഫ്രണ്ട്ലി ടോക്കാണ് കേട്ടോ. വേറൊന്നുമില്ല. ഗ്യാസ് സിലിണ്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ആരും തന്നിട്ടില്ല. തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നണത്. അപ്പം ഞാൻ ഏജൻസി മാറാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി പോവാണ്. ഞാൻ അങ്ങനെയൊന്നും നോണ അറിയില്ല. ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. എനിക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള ഘട്ടങ്ങളിൽ മാത്രം
വല്ലപ്പോഴും വരുന്നൊരു സംഭവമാണ് ഈ നുണ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഞാൻ നുണ പറഞ്ഞുകൊണ്ട് നടക്കണ ആളല്ല. അവർക്കൊരു ജീവിതം കൊടുത്താലൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് വേണം വേണ്ടെന്നുള്ളത് തീരുമാനമായിട്ടില്ല. അയ്യോ ഉണ്ടാക്കാത്തത്. അല്ല പാൻറ്റൊക്കെ ഇട്ടിരുന്നേക്കണത്. പാൻറ്റും പിന്നെന്തുവാ ഫ്രീക്ക് ലുക്കാണ്. എനിക്കിപ്പോൾ വീഡിയോ എടുക്കാൻ ചെല്ലുന്നിടത്തൊക്കെ ഭയങ്കര ആരാധകരാ. ചേച്ചി ഫ്രീക്കായി എന്നാണ് എല്ലാ പിള്ളേരും പറയണത്. പിന്നെ ഫ്രീക്ക് തേങ്ങയുടെ ഫ്രീക്ക് നമ്മൾ തള്ളിയിടുന്ന് വിളിച്ച് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഫ്രീക്കാന്ന് കൊറേ കിടന്നിട്ട് ഡാൻസ് കളിക്കുന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല.